മക്കളായതിൽ പിന്നെ നമ്മുടെ സന്തോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പാരൻസ് നമുക്കിടയിൽ ഉണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പോയ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് വേണ്ടത്ര ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഈ രണ്ട് സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയ ഞങ്ങളിലൂടെ നിങ്ങൾക്കൊരു പ്രചോദനം. ഇങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല കേട്ടോ. എടോ, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനൊടുവില് നാം ഒന്നിരുന്ന് ആലോചിക്കുകയാണ് എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസം ഏതായിരുന്നു എന്ന്. ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ യാത്ര തന്നെയായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമായിട്ട് കിട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് പറയാനില്ല കേട്ടോ. ഇതുവരെ നിങ്ങൾ ചെയ്ത യാത്ര നിങ്ങളുടെ മക്കൾക്കുള്ളതാണെങ്കിൽ ഇനിയുള്ളൊരു യാത്ര നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? അപ്പൊ എങ്ങനെ, ഇനി ഒട്ടും വൈകിക്കേണ്ട. നമ്മുടെ അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, നമ്മൾ അവസരങ്ങൾക്കായിട്ട് നമ്മൾ പോകണം എന്നുള്ളതല്ലേ. ഇങ്ങനെ ഒരു യാത്ര പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാം. അപ്പൊ അതെ, നമ്മുടെ ഉള്ളിൽ ആ മാതാവിനെ അങ്ങ് ഉറക്കി കിടത്തിയേക്കും കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷത്തെ ഉണർത്താനാവുള്ളൂ. അപ്പൊ എങ്ങനെ, സെറ്റല്ലേ?